പ്രമുഖ വ്യവസായി നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ചെന്നൈ കോടമ്പക്കത്തെ ധനകാര്യ സ്ഥാപനത്തിൽ ഇഡി റെയ്ഡ്. ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചെന്ന പരാതിയിലാണ് പരിശോധന. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. ഗോകുലം ഗോപാലന്റെ ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് ഇഡി റെയ്ഡ് നടത്തിയത്. ഫെമ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇഡി റെയ്ഡ് എന്നാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. അനധികൃത സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ 2 വർഷം മുമ്പ് ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അന്ന് കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ചിട്ടി തട്ടിപ്പ് സംബന്ധിച്ച ആരോപണത്തിൽ വന്ന് ഇഡി അന്വേഷണം ആരംഭിച്ചിരുന്നു. അനധികൃതമായാണ് ചിട്ടി ഇടപാടുകൾ നടത്തുന്നതെന്നായിരുന്നു അന്ന് ഇഡിക്ക് ലഭിച്ച പരാതി. ഇതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ ഈ ഫെമ നിയമവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഇപ്പോൾ വ്യക്തത വരുത്തുവാൻ വേണ്ടി ഇഡി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കൊച്ചി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമൊത്ത് ചെന്നൈയിലെ കോടമ്പക്കത്തുള്ള ഗോകുലം ചിട്ടി കമ്പനിയുടെ ഓഫീസിൽ ഇപ്പോൾ റെയ്ഡ് നടത്തിയത്. മറ്റു ഓഫീസുകളിലേക്കും റെയ്ഡ് വ്യാപിക്കാൻ ഇടയുണ്ട് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. രാജ്യത്താകമാനം ഏതാണ്ട് 400-ലധികം ശാഖകളാണ് ഈ ഗോകുലം ചിറ്റ്സിനുള്ളത്. മാത്രമല്ല, എമ്പുരാൻ സിനിമാ വിവാദം കത്തി നിൽക്കുകയാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് എന്നുള്ളതും ശ്രദ്ധേയമാണ്.